Hi friends, once again welcome back to our English class. So അടുത്തൊരു ചോദ്യവുമായിട്ട് മിസ് വന്നിരിക്കുകയാണ്. തോട്ട്സ് ആണല്ലേ ചോദ്യം. ഇവിടെ രാജാവിനെ കണ്ടെത്തുന്നത് നിങ്ങൾക്കറിയാം, ദ കിങ് ഓഫ് ദ സീഡ് ഓഫ് ദ ട്രൂത്ത് എന്ന് പറയുന്ന പാഠത്തിലെ രാജാവാണ് ഇത് ഇവിടെ നിന്ന് നിൽക്കുന്നത്. പക്ഷെ എന്താ, നമ്മുടെ കിങ് ഇസ് സാഡ്. നമ്മുടെ രാജാവ് എന്താണ്, വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. സംതിങ് ഫിഷി അല്ലേ, എന്തോ ഒരു കുഴപ്പം എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇപ്പൊ അവിടെ സംഭവിച്ചത്? വൈ ദ കിങ് ലുക്ക് സാഡ്? എന്താണ് നമ്മുടെ രാജാവ് എന്തേ വിഷമിച്ച് നിൽക്കുന്നത്, രാജാവ് എന്താ വിഷമിച്ച് നിൽക്കുന്നത് എന്നതിന് മുൻപ് മിസ് എന്ത് ചെയ്യാം, മിസ് നിങ്ങളെ നമ്മുടെ പ്രാണ ബാച്ചിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്കറിയാം നമ്മുടെ 4ാം ക്ലാസ്സിലെ ബാച്ചിന്റെ പേരാണ് പ്രാണ ബാച്ച് എന്നല്ലേ. പ്രാണ മാത്രമല്ല, നമുക്ക് പൃഥ്വി ഉണ്ട്, 5ാം ക്ലാസ് ഉണ്ട്, 6ാം ക്ലാസ് നമ്മുടെ വജ്രയുണ്ട്, 7ാം ക്ലാസ് ഉണ്ട് അവഞ്ചേഴ്സ് ഉണ്ട്, 8ാം ക്ലാസ് ഉണ്ട് നിഞ്ചയുണ്ട്, അസ്ത്രയുണ്ട്, യോധയുണ്ട്, ഒത്തിരി ബാച്ചസ് ഉണ്ട്. അത് കഴിഞ്ഞ് +1 +2 അഗ്നി ഉണ്ട് അല്ലേ, ഒക്കെ ഉണ്ട്. അപ്പൊ അതിലേക്കൊന്നും മിസ് പോകുന്നില്ല, കാരണം നിങ്ങൾ 4ൽ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ ഞാൻ കൂടുതൽ പേടിപ്പിക്കുന്നില്ല എന്തായാലും ഇപ്പൊ ഇത് ഓക്കെ. അപ്പൊ നമ്മുടെ പ്രാണ ബാച്ചിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ നോക്കുക. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതാണ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൽ നിങ്ങൾക്ക് ഇവിടെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഇവിടെ നോക്കുക, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന 1999 രൂപ കൊടുത്തിട്ട് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഒത്തിരി എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് ടീച്ചേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. വളരെ ചില്ലായിട്ട് പാട്ടൊക്കെ പാടില്ലേ, അതെല്ലാം എക്സ്പീരിയൻസ് ഒത്തിരി പഠിപ്പിക്കാൻ അറിയാവുന്ന അധ്യാപകനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സസിലെ റെക്കോർഡഡ് ആയിട്ട് എന്തുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ഓൾറെഡി ഇതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളും ഉണ്ട്. ലൈവ് ക്ലാസ് എന്ന് പറയാം, എല്ലാ ദിവസവും രാത്രി എന്ത് ചെയ്യും, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ആപ്പിൽ വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, പഠിപ്പിക്കും. മുഖാമുഖമല്ല, നമ്മുടെ ക്യാമറ ടു ക്യാമറ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. അത് മാത്രമല്ല, നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാനുള്ള അവസരം ഇവിടെ നോക്കുക. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗം തന്നെയുണ്ട്. അതെന്താ, നമ്മുടെ ആപ്പിൽ എന്തുണ്ട്, വി ഹാവ് എ ബണ്ടിൽ. നിങ്ങൾക്ക് സംശയം ചോദിക്കാനായിട്ട് പ്രത്യേകമായിട്ട് എന്തുണ്ട്, ഒരു ബണ്ടിലുണ്ട്. അവിടെ നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ത് ചെയ്യും, താഴെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടുത്ത നോക്ക്, നിങ്ങൾ സ്ലൈഡ്സ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവൈലബിൾ ആയിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങൾക്ക് ഒത്തിരി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആകും. ജനറൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിലെ ഇവിടെ നോക്ക്, നിങ്ങൾ ജനറൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി പരീക്ഷകളൊക്കെ ഇനി ഭാവിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതേണ്ടവരാ. അപ്പൊ അതിലേക്കൊക്കെ ആവശ്യമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് നോളജ് വേണം അല്ലേ. അപ്പൊ അത്ര ഇപ്പൊ സയൻസ് ഒക്കെ ആകുമ്പോൾ ഒത്തിരി ബേസിക് നമുക്ക് അത്യാവശ്യം. അത്രയുള്ള ബേസിക് എന്തുള്ള വീഡിയോസ് ആണ് എന്ത് ഈ പറയുന്ന ജനറൽ വീഡിയോസിൽ വരുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ നോക്ക്, ഓൾ ദ ചിൽഡ്രൻ gathered in the courtyard of the palace with flower plants. എല്ലാ മക്കളും എന്ത് ചെയ്തു, കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് വന്ന് എല്ലാവരുടെ കയ്യിലും ചെടിച്ചട്ടി നല്ല വലിയ പൂവൊക്കെ ഉണ്ട്. Then the courtyard looked like a bucket. ആ കൊട്ടാരത്തിന്റെ മുറ്റം മുഴുവൻ എന്തൊരു പൂന്തോട്ടം പോലെ നമ്മുടെ രാജാവിന് തോന്നി. രാജാവ് വിചാരിക്കും, ഇത് എന്തത് ഇപ്പൊ ഒരു പൂന്തോട്ടം, എന്താണ് പൂന്തോട്ടം പോലെ എന്ന് കാണാൻ എല്ലാ മക്കളും എടുത്തു എന്തുണ്ട്, ഫുള്ള് ചെടിയും നിറച്ചും എന്തുണ്ട്, പൂക്കളും ഒക്കെ ഉണ്ട്. Now seeing it, the king was disappointed. പക്ഷെ ഇത് കണ്ടപ്പോ എന്താ, നമ്മുടെ രാജാവിനാണെങ്കിൽ ഒത്തിരി വിഷമം ഉണ്ടായത് ശരിക്കും പറഞ്ഞാലേ. What would be the thought? പക്ഷെ രാജാവിന് എന്തുകൊണ്ട് ഈ ഒരു പൂന്തോട്ടം പോലുള്ള ഒത്തിരി കുട്ടികളൊക്കെ അവരുടെ ചെടികളെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ he was feeling sad. എന്തുകൊണ്ടാണ് നമ്മുടെ രാജാവിന് സങ്കടമായത്? നോക്കിവിടെ, what is this? ഇതെന്താ ഇത് അല്ലേ? love holding flowery pot. എല്ലാവരുടെ കയ്യിലും പൂക്കളുള്ള ചെടിച്ചട്ടിയാണല്ലോ. എന്തൊരു കഷ്ടമാണ് ദൈവമേ. How is it possible? ഇത് എങ്ങനെ സംഭവിക്കും? I had given roasted seeds to everyone. ഞാൻ എല്ലാവർക്കും കൊടുത്തത് റോസ്റ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് അല്ലേ. എങ്ങനെയാണ് റോസ്റ്റ് ചെയ്ത സീഡ് മുളയ്ക്കുക? ഒരിക്കലും മുളയ്ക്കൂലല്ലേ, റോസ്റ്റഡ് സീഡ്സ് ഒരിക്കലും മുളയ്ക്കില്ല. How could they grow such beautiful plant? എങ്ങനെയാണ് പിന്നെ ഇവരുടെ ചട്ടിയിൽ ഇങ്ങനെ പ്ലാന്റ്സ് ഉണ്ടാവാൻ തുടങ്ങിയത്? നോക്കൂ, why are all the children in my country dishonest? എന്തുകൊണ്ടാണ് എൻ്റെ രാജ്യത്തെ എല്ലാവരും ഇങ്ങനെ സത്യസന്ധരല്ലാതായി പോയത്? എന്തുകൊണ്ടാണ് ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കള്ളത്തരം കാണിച്ചത്? അവർക്കുള്ളത് പറഞ്ഞാൽ പോരെ, അവർക്ക് ഞാൻ റോസഡ് സീഡ്സ് അല്ലേ കൊടുത്തത്, എന്നിട്ടും എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ചെയ്തത്? What will I do now? ഇനിയിപ്പോൾ എന്താ ഇപ്പം ചെയ്യാം? How will I find a successor? എനിക്ക് എങ്ങനെയാണ് സത്യസന്ധനായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് ഒരു രാജാവിനെ കിട്ടുക? ഇത്രയും കാര്യങ്ങൾ എഴുതിയ പോരെ. നോക്ക്, നമ്മൾ എത്ര പോയിന്റ്സ് ഇവിടെ എഴുതി? 1 നോക്കി നിങ്ങൾ അല്ലേ, ഇവിടെ നോക്കട്ടെ, നമ്മൾ എത്ര പോയിന്റ്സ് നമ്മൾ എഴുതി, സോറി നോക്കിയേ, ഇത് is 1 2 3 4 5 6 7 8. നമ്മൾ
8 പോയിന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 8 പോയിന്റ്സ് നമുക്ക് എന്താ ധാരാളം നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക്. പക്ഷെ ഈ എഴുതുന്നത് എന്ത് ചെയ്യണം, കറക്റ്റ് പങ്ക്ച്വേഷൻ നിങ്ങൾ നോക്കണം, കറക്റ്റ് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ചോദ്യമാണെങ്കിൽ ചോദ്യത്തിന്റെ ചിഹ്നം, ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ നിങ്ങൾ ഇടണം. സോ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഉത്തരം എഴുതുക. ഈ 8 പോയിന്റ്സ് എഴുതുന്ന സംഭവം എന്താ ഫുള്ള് സെറ്റാണ്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം നിങ്ങൾ ശരിക്കും നിങ്ങൾ പഠിക്കുക, എക്സാമിന് അടിപൊളിയായിട്ട് ഇതാ. അപ്പൊ ഇനിയും ഇവിടെ തീരുന്നില്ല, വീഡിയോസ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഒരൊറ്റ വീഡിയോസ് മിസ് ചെയ്യരുത്, എല്ലാ വീഡിയോസും കാണണം. സോ താങ്ക് യു സോ മച്ച്.